Hey everyone, നമുക്കിന്ന് നിസ്വ പോയാലോ? സോ വെൽക്കം ടു മൈ ഡേ 5 ഇൻ ഒമാൻ. നിസ്വ ഒമാൻ്റെ ഒരു ക്യാപിറ്റലായിരുന്നു. മസ്കറ്റ് ആവുന്നതിന് മുമ്പ് നിസ്വയായിരുന്നു ഒമാൻ്റെ ക്യാപിറ്റൽ. നിസ്വയിലെ വൺ ഓഫ് ദ ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇവിടുത്തെ നിസ്വ ഫോർട്ട്. മുമ്പ് ഇത് മിലിറ്ററി ഫോർട്ടായിട്ടാണ് ആക്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി റൂംസും പഴയ സെല്ലും ജയിലുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ആർക്കിടെക്ചർ വൈസ് ഇറ്റ്സ് വെരി നൈസ് പ്ലേസ്. നമുക്കിവിടെ നിസ്വ ഫോർട്ടിലേക്ക് എൻട്രി ഫീസ് വരുന്നത് 10 ദിർഹാണ് ഒരാൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ദേ ഈ എലമെൻ്റ് കണ്ടോ, ഈ സിലിണ്ട്രിക്കൽ ടവർ, ഇത് ഇവിടുത്തെ ഭയങ്കര ഒരു ഫേമസ് അട്രാക്ഷനാണ്. ഇതിൻ്റെ ഉള്ളിലാണ് സെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ നിസ്വ ഫോർട്ടിൻ്റെ സ്റ്റേയേഴ്സിനും ഭയങ്കര പ്രത്യേകതയാണ്. ഒത്തിരി സ്റ്റേയേഴ്സ് ഉണ്ട് അങ്ങടും ഇങ്ങടും. അത് ഫോർട്ടായിട്ട് ആക്ട് ചെയ്തിരുന്ന സമയത്ത് എനിമീസ് ഇൻ കേസ് ഫോർട്ടിൽ കയറി കഴിഞ്ഞാൽ തന്നെ കൺഫ്യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സ്റ്റേയേഴ്സ് കൊടുത്തിരുന്നത്. 17th സെഞ്ചുറിയുടെ മിഡിൽ സുൽത്താൻ ബിൻ സെയ്ഫ് അൽ യാറൂബി എന്ന് പറയുന്ന സുൽത്താനാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോട്ട് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിലെ മെറ്റീരിയൽസിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. ആൻഡ് ഓൾസോ തിക്ക് വാൾസ് ആണ്. ചൂടിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിക്ക് വാൾസ് ആണ് ഫോർട്ടിന് കൊടുത്തേക്കുന്നത്. ആൻഡ് ഓൾസോ ഇതേപോലെ ഇന്റേണൽ കോർട്ട്യാർഡ്സ് ഉണ്ട്. തൊട്ട് സൈഡിൽ ഒരു മോസ്കോ ഉണ്ട്. ഇങ്ങനത്തെ ഇന്റേണൽ പൗച്ചസും ഈ സാൻഡ് സ്റ്റോണും മഡ് ബ്രിക്കൊക്കെ കൊണ്ടുള്ള തിക്ക് വാൾസും യൂസ് ചെയ്യുന്നത് പൊതുവെ ചൂട് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ രാജസ്ഥാനിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതേ സെയിം ടെക്നിക്സ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ വിൻഡോസ് ഒക്കെ കണ്ടോ, കമ്പാരിറ്റീവ്ലി സൈസ് ഭയങ്കര കുറവാണ്. അത് ഹോട്ട് ആൻഡ് ഡ്രൈ ക്ലൈമറ്റിൻ്റെ ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. ഇപ്പം നിലവിൽ ഈ ഫോർട്ട് ഒരു എക്സിബിഷൻ ഏരിയ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ അകത്ത് ടൂറിസ്റ്റിന് വേണ്ട അത്യാവശ്യം കാര്യങ്ങളുണ്ട്. ആൻഡ് ഓൾസോ ഒരു കഫേ ഉണ്ട്. പുറത്ത് നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കഫേ കയറിയിട്ട് ഒരു കോൾഡ് ലാറ്റെ കുടിച്ചു. ഈ കഫേം ഫോർട്ടിൻ്റെ അകത്ത് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതൊരു അഡാപ്റ്റീവ് റീയൂസ് ആണ്. ഫോർട്ടൊക്കെ കണ്ടു കഴിഞ്ഞ് ഫോർട്ടിൻ്റെ പിന്നിൽ ഇതേപോലെ ഒരു ഡേറ്റ്സിൻ്റെ ഒരു ഗാർഡൻ ഉണ്ട്. അവിടെ ഇതേപോലെ ഒരു മജ്ലിസും സെറ്റ് ആക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ഭയങ്കര ഡ്രൈ ആണ് ക്ലൈമറ്റ് എന്നുണ്ടെങ്കിലും ഈ മരത്തണലിൽ അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തണവുണ്ട്. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്നു. ഇതേപോലെ വാട്ടർ ചാനൽസ് ഉണ്ട് നനയ്ക്കാൻ വേണ്ടിയിട്ട്. ഈന്തപ്പഴമൊക്കെ ചൂടായിട്ട് പഴുക്കുന്ന തന്നെ ഉള്ളൂ. ഇപ്പോൾ മൊത്തം പച്ചയാണ്. അത് കഴിഞ്ഞ് നേരെ നിസ്വ മാർക്കറ്റിൽ പോയി. ഇത് നിസ്വ സൂക്കാണ്. ഇവിടെ ഒത്തിരി പോട്രീസും മഡ് കൊണ്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ശരിക്കും നിസ്വ മാർക്കറ്റ് ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ അത് ഫ്രൈഡേ ആണ്. ഞാൻ ഇന്നിപ്പോൾ ഫ്രൈഡേ അല്ല പോയേക്കുന്നത്. സോ അതുകൊണ്ട് എനിക്ക് മിസ്സായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സിയ.